ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ സൗചര്യയുടെ അടുത്ത് കെയർ ഓഫിലെ മെയിൻ ഡോക്ടറെ അടുത്ത് പോയി ഒരു റെഫറൻസ് എടുക്കാൻ പോവാണ്. ജോമോളുടെ തലയുടെ സ്കാനിങ് ഒക്കെ ആയിട്ട് പോയി. തല ഇറങ്ങി വീഴുമോ വല്ലതും ചെയ്താൽ ആരും അറിയില്ല. കാരണം ഇവിടെ ഒന്നും വീട് വഴിയോ ഒക്കെ ഒന്നും ആൾക്കാരധികം ഇല്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. അവിടെയൊക്കെ മഴയാണ്. മഴ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കാരൊക്കെ പടിഞ്ഞാറ് കയറി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നൊരു സങ്കട വാർത്ത പറയാനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മുടെ കുഞ്ഞിപ്പശു ഇവിടം വിട്ട് പോവുകയാണ്. കുഞ്ഞിപ്പശുവിനെ ഞങ്ങൾ ചില സാങ്കേതിക കാരണങ്ങളാൽ വിൽക്കേണ്ടി വന്നു. വിവാനൊട്ടും ഇഷ്ടമില്ലായിരുന്നു കൊടുക്കുന്നത്. എങ്കിലും ഞങ്ങൾ കുഞ്ഞിപ്പശുവിനെ വിൽക്കേണ്ടി വന്നതിൻ്റെ കാരണം നിങ്ങൾക്കെല്ലാം ഏകദേശം അറിയാവുന്നതാണ്. നമ്മുടെ ജോമോളുടെ ആരോഗ്യ പ്രശ്നമാണ് മെയിനായിട്ടുള്ള. പക്ഷേ മഴ കാരണം കേൾക്കത്തില്ലായിരിക്കും അല്ലേ? ഇവിടെ ഇപ്പം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. നല്ല പടിഞ്ഞാറ് നല്ല മഴക്കാർ കയറി വരുന്നുമുണ്ട്. അതുകൊണ്ട് മഴ കാരണം ശരിക്കും കേൾക്കത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പം രാവിലത്തെ കറവയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുകയാണ്. നമ്മൾ കുഞ്ഞിപ്പശുവിനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ, പൊന്നീനെ കൊടുക്കുന്നില്ല. പൊന്നീനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം പൊന്നീനെ കൊടുക്കാനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. കുഞ്ഞിപ്പശുവിനെ തന്നെ നിർത്തിയേക്കാം. ജോമോൾ എന്നാണേലും വീട്ടിൽ ഇരിക്കുകയാണ്, അമ്മേനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പണിയാകുമല്ലോ എന്നോർത്ത് തന്നെയാണ് നമ്മൾ ഒരു വരുമാനമാകും എന്നുള്ള പ്ലാനിൽ തന്നെയാണ് നമ്മൾ കുഞ്ഞിപ്പശുവിനെ നിർത്തിയിരുന്നത്. അപ്പം എന്നിട്ട് പൊന്നിനെ കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പം സാങ്കേതികമായി എന്നാന്ന് ചോദിച്ചാൽ കുഞ്ഞിപ്പശുവിനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നു പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമോളുടെ ആരോഗ്യ പ്രശ്നമാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഈ കുഞ്ഞിപ്പശുവിനെ കൊണ്ടുവന്നത് പാലക്കാട് നിന്ന് ഞങ്ങൾ 4 പേര് കൂടി പോയി. പാലക്കാട് നിന്ന് ഒരു വേറൊരു പഞ്ചാവ് ഉണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ട് അവർക്ക് കൂട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മണിക്കുട്ടി അല്ലേ? അല്ല, അമ്മക്കുട്ടി, വെളുത്തത്. അതുണ്ടാവുകൊണ്ട് അവള് കരഞ്ഞില്ല. അവൾക്ക് അമ്മേനെ പോലെ അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പാലക്കാട് നിന്ന് ഇവിടെ ഞങ്ങൾ 4 പേര് കൂടി പോയി. ആ ലൈറ്റും കേട്ടോ കേട്ടല്ലേ, ഇരുട്ടായി മഴക്കാറ് കാരണം. ഞങ്ങൾ 4 പേര് കൂടി പോയി പുറത്ത് 4 പേര് കൂടി പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. അന്ന് ഇതിൻ്റെ മുക്കാലും ഉള്ളായിരുന്നുള്ളൂ ഈ സാധനം. ഇതുപോലെ മോഴയായിരുന്നു, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവൾ സത്യം പറഞ്ഞാൽ അവളെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. അത് കൂടെ കൈ ഇങ്ങനെ വിളിക്കുമ്പോഴേ കൂടെ പോരുകയും ചെയ്യുമായിരുന്നു കശി. അപ്പം അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളർത്തിയിട്ട് അല്ലേ നമ്മൾ പ്രസവിച്ച് കൊടുക്കാനായിട്ട് ആദ്യം പ്രസവിച്ച് കൊടുക്കാനായിട്ടിരുന്നതാണ്. നമ്മൾ കറന്നു കഴിഞ്ഞപ്പോഴത്തേനും 10 ലിറ്റർ മുകളിൽ പാലും ഉണ്ട്. കറക്കുന്നതിന് മറ്റ് വഴക്കും ഒരു വിഷയങ്ങളും ഇല്ല. കറക്കാനും ഒക്കെ എളുപ്പം. മറ്റ് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന പശുവിനൊക്കെ കറക്കാൻ ഭയങ്കര പാടായിരുന്നു. പാലും ഇത്രയും കിട്ടി. 8 ലിറ്റർ കൂടുതൽ പാലും കിട്ടിയിട്ടില്ല. മുലയ്ക്ക് കാണാൻ ഭയങ്കര കട്ടിയായിരുന്നു. ഞങ്ങൾ വലിച്ചു മടുക്കുമായിരുന്നു. ഇവിടെ കറക്കാനും നല്ല എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് എന്താ പിന്നെ അങ്ങനെ നിർത്തിയേക്കാന്ന് വെച്ച് പൈസയുണ്ട്. അതിന് പൈസയുടെ അന്നേരത്തിനും ആവശ്യം വന്നു. ഇതിനെ കൊടുക്കുന്നതിനോട് ഒരു താല്പര്യവും ഇല്ല. നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന ഒരു പരിപാടിയാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്നൊരു പൈസ എടുത്തോണ്ട് നമുക്ക് ആവശ്യങ്ങൾ നടത്താൻ പറ്റുമായിരുന്നു. ഇതിപ്പം പോകുന്നതോടുകൂടി എനിക്ക് ആകെ ഒരു വിഷമം അതാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടക്കില്ല. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അറിയാമല്ലോ. നമുക്കിതൊരു വരുമാന മാർഗമായിരുന്നു. ഒത്തിരി ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകുക. 8 മാസത്തിന് എന്തെങ്കിലേക്കാളും കാര്യങ്ങൾ നടന്ന് പോകുമായിരുന്നു. നമ്മൾ അല്ലെങ്കിൽ മഴക്കാലമൊക്കെ ഇങ്ങനെയുള്ള സമയത്തേ ഞങ്ങളതുകൊണ്ട് കഴിഞ്ഞ തവണ വേനൊക്കെ പ്രസവിച്ച് തീറ്റയുടെയൊക്കെ ചില ക്ഷാമം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഈക്വലായതുകൊണ്ട് മഴക്കാലത്ത് പ്രസവിപ്പിച്ചേക്കാന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താമസിച്ചാണ് കുത്തിവെച്ച് മഴക്കാലത്ത് ആണ് അവൾ പ്രസവിച്ചത്. പക്ഷേ മഴക്കാലം വന്നപ്പോൾ ഭയങ്കര മഴയായിപ്പോയി. സാധാരണ ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര മഴയായിപ്പോയി. ആ മഴ നമുക്ക് ഭയങ്കര ശല്യമായിപ്പോയി. അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ബിവീനയുടെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അതെ, നമ്മൾ വലിയ വില വേശാതെ കൊടുക്കുകയാണ് ചെയ്ത്. കാരണം നമ്മളൊരു ബന്ധങ്ങളുണ്ടല്ലോ. അപ്പം അവരും പശുവൊക്കെ വളർത്തുന്നതാണ്, കർഷകരാണ്. സ്ഥിരമായിട്ട് പശുവിനെ വളർത്തി നമ്മളെപ്പോലൊക്കെ തന്നെ സ്ഥിരമായിട്ട് പശുവിനെ വളർത്തി ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾ സമ്മതിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഒരു ആൾക്ക് ഗുണത്തിനല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ പശുക്കളും അങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത്. ആർക്കും ഒരു നഷ്ടം വന്നിട്ടില്ല. എല്ലാവർക്കും തന്നെ നല്ല രീതിയിലാണ് പോയിരിക്കുന്നത്. ഒരു പശുവിനെ മാത്രം എവിടെ പോയേണ്ട വിഷയം ഉണ്ടാക്കുന്നത്. നമ്മൾ ആ പെരുമ്പാവൂരിന്നുണ്ടെന്ന പശുവങ്ങൾ
അവിടെ കുഞ്ഞു പോയി കഴിയുമ്പോൾ വിവാൻ കൂട്ടി പോയി കിടക്കേണ്ടി വരും. എല്ലാവരും വിവാനുണ്ടല്ലോ ഇവിടെ പശുക്കിടാക്കൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാനോട് അതിനെ വഷളാക്കും, സ്നേഹിച്ച് വഷളാക്കും കേട്ടോ. നോക്കിക്കേ, എന്നിട്ട് അവര് നമ്മളോടത്ത് വഴക്കുണ്ടാക്കാൻ വരും. അവരെപ്പോഴും തൂത്തും തുടച്ചും വെച്ചോണ്ടിരിക്കണം. വിവാൻ ചേട്ടായിയോട് പറഞ്ഞാൽ മതി കേട്ടോ. ഞങ്ങളാണ് ഇവിടെ തല്ലിയിട്ട് പോലും, കുഞ്ഞിനെയാണ് ഞങ്ങൾ തല്ലിയിട്ട് പോലും. ഇപ്പം ഞാനിടയ്ക്ക് കാലൊക്കെ വല്ല കഴുകുമ്പോൾ കാലൊക്കെ പോക്കോണെ ഞാൻ ചുമ്മാ ഒരു അടിയെ കുച്ചു. എന്നാൽ പമ്മി നിൽക്കും ഇങ്ങനെ, പമ്മി നിൽക്കും സംഗതി കക്ഷി. പിന്നെ ഞങ്ങളങ്ങനെ തല്ലാറൊന്നുമില്ല. അപ്പം എന്തായാലും വഴക്കുണ്ടാക്കലൊന്നും അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ സ്നേഹത്തിലാണ് വളർത്തുന്നത്. എപ്പോഴും പേരൊക്കെ ആയിട്ട് പേര്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയാലും ഇവിടെ കിടന്ന് വഴക്കം ബഹളമാണ് ഇവരെല്ലാവരും. അത് ആടൊക്കെ ആയിരുന്നപ്പോഴൊക്കെ പോലെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ അങ്ങനെ ഈ ചക്കയൊന്നും അധികം തിന്നിയില്ലായിരുന്നേ. ഞാൻ അവിടെ പാലക്കാട് ആ ഭാഗത്തുനിന്ന് വരുന്നതല്ലേ. അപ്പോൾ തമിഴ്നാടിൻ്റെ ബോർഡറിൽ കച്ചിയാണ് പുള്ളി തിന്നുകൊണ്ടിരുന്നത് കൂടുതലും. അപ്പം കുടി കാലിത്തീറ്റയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അവർ. ഞങ്ങൾക്ക് ഇവിടെ ചെറുപ്പം പോലെ ഒരു മാസം ആകുന്നതിന് മുമ്പ് നമ്മൾ കാലിത്തീറ്റ കൊടുക്കാൻ തുടങ്ങി അല്ലേ കുഞ്ഞിന്. 15 ദിവസം പോലെ ഞങ്ങളെ തവിടൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ തിന്ന് പഠിച്ചാലേ ഉള്ളൂ ഇവർ അതിനോട് ഞാനായാലും ചെല്ലുമ്പോ അങ്ങനെയാണേ, കുഞ്ഞൊന്ന് കയറിയിരിക്കല്ലേ തക്ക തൂക്കിട്ട് എന്റെ മേത്തോട്ട് ചാടി കയറാൻ നോക്കി നിന്നോണല്ലേ നമ്മുടെ ദേഹത്ത് ചാടി കയറും. നമ്മളോട് ഇഷ്ടം കൊണ്ടാ കണ്ടോ പറയണെല്ലാം ശ്രദ്ധിക്കുകയാണേ. സ്നേഹമുണ്ട്, നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിച്ച് ഇങ്ങോട്ട് സ്നേഹം കാണിക്കും. പൊന്നുവിന്റെ അമ്മ പോയി കഴിയുമ്പോ എന്നാ ചെയ്യും? പൊന്നുവിനെ രണ്ടുപേര് നമ്മളെ യൂട്യൂബിൽ കണ്ട രണ്ടുപേര് ആവശ്യപ്പെട്ടതൊക്കെയാണ്. പക്ഷേ പറഞ്ഞത് ഒരു ചേച്ചിയോട്, നമ്മുടെ ഇടവകയിലുള്ളതാണേ, ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചേച്ചി. ഇങ്ങനെ ആയി പോയതുകൊണ്ട് ചേച്ചിനെ വിളിച്ച് പറയേണ്ടി വന്നു. അമ്മേനെയാ കൊടുക്കുന്നത്, കുഞ്ഞിനെ ഇവിടെ നിർത്തുവാന്ന്. ഇവിടെ ഇത്രയും പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് വലിയ കറവ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ. അതൊക്കെ ആകുമ്പോഴേ നമുക്ക് പാട് വരുന്നത്. പുല്ല് വെട്ടിയിട്ട് അങ്ങ് കൊടുത്താൽ മതി, കുറച്ച് മതിയല്ലോ. കുഞ്ഞിപ്പശുവിന് പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ എന്ത് തീറ്റ തിന്നും. ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ചക്കയെല്ലാം തിരിച്ച് പഠിപ്പിച്ചു. ചക്ക ആദ്യം മണലൊക്കെ പൊടിക്കാൻ തന്നെയായിരുന്നേ. സാധാരണ ആരും ചക്കൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഇവിടെ എല്ലാ പശുക്കളും ഞങ്ങൾ ചക്കയും മാങ്ങയൊക്കെ കൊടുത്ത് തീറ്റി പഠിപ്പിക്കും. വിവീനയ്ക്ക് വന്ന് കാണുകയും ചെയ്യാം. താല്പര്യമില്ല. അതെ, വിവീന ഏരിയയിലോട്ട് കൊടുക്കാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കും. വിവീനയ്ക്ക് താല്പര്യമില്ല. കുഞ്ഞി അവിടെ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കിക്കരുത് കേട്ടോ. ബഹളായിരിക്കും. ഇവള് പിന്നെ അവിടെ വേറെ പശു ഉള്ളതുകൊണ്ടേ കുഴപ്പമില്ലായിരിക്കും. ഇനി അറിയത്തില്ല, ഇവിടെ സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് നിന്നല്ലേ. ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു കുങ്കും ഉണ്ടായിരുന്നേ. ഒറ്റയ്ക്ക് നിന്നതിന്റെ ഒരു ഹുങ്കും ഉണ്ട്. ഇവൻ എങ്ങടാ സങ്കടം ഉണ്ടോടാ കുഞ്ഞു പശു പോകുന്നതിന്? ഉണ്ടോടാ? മിണ്ടുന്നില്ല, അവന് ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രായം മുതൽ, ഈ പൊന്നിയുടെ പ്രായം മുതൽ അവൻ ഒത്തൊലിച്ചു നടന്നതാണ്. പിന്നെ അവിടെ ചെല്ലും കുഴപ്പമില്ല, നന്നായിട്ട് നിന്നാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ എന്തും തിന്നുന്നതായോണ്ടേ കുഴപ്പമില്ല. അവർക്ക് ഈ പാടവും ഒക്കെ ഉള്ളതുകൊണ്ട് കപ്പക്കോലൊക്കെ ആണെങ്കിലും അതും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നും കൊടുത്ത് അവർ തീറ്റ നിന്നോളും. അവള് അവൾക്ക് ഏറ്റവും ഇഷ്ടം ഈ പോതടൊക്കെ ഈ മൂത്ത തണ്ടുകളാണ് ഏറ്റവും ഇഷ്ടം ഇവക്ക്. അവളതെല്ലാം കടിച്ചു പറിച്ച് വയറ് നിറഞ്ഞില്ലെങ്കിൽ അതെ, എന്നായിട്ട് കൂടെ തന്നെ കൂടെ രാവിലെ കാലിയാണ്. ഇപ്പം നമ്മൾ അമ്മയോട് പറഞ്ഞിട്ടില്ല. അമ്മയോട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അമ്മയോട് ഇനി പറയണം. അമ്മയോട് പറയുമ്പോൾ എന്നെ പറയണത് കാണാതാകുമ്പോഴത്തേനാണ് ഇനി പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. പശുവിനെ കണ്ടില്ലല്ലോ എന്ന് പറയും. അത് തന്നെ, ഒരു കുഞ്ഞിടാവ് മാത്രം കൂട്ടി നിൽപ്പുണ്ട്, വലിയ പശുവിനെ കാണാനില്ലെന്ന് പറയും. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ബുദ്ധിമുട്ടാണ്. പിന്നെ പുറത്തേക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പൈസ പ്രശ്നമുണ്ട്. പിന്നെ നമ്മള് പോകുന്നിടത്തൊക്കെ ഒന്ന് ഓടിപ്പോയി വരികയും ചെയ്യണം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യം ഓർക്കുമ്പോൾ ആണൊരു സങ്കടം. പൊന്നിനെ നമ്മള് വലുതാക്കിയിട്ട് ചെലവ് പിടിപ്പിച്ച് കൊടുക്കാന്നൊക്കെ ഓർത്താണ് ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ വിവീനയുടെ ഭർത്തം കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് വിചാരിച്ച അപ്പം കണ്ട പോണത്. അതുകൊണ്ട് നമ്മൾ കണക്ക് കൂട്ടി വെക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം അല്ലേ പൊന്നുവേ. 4 വർഷത്തേനെങ്കിലും ഇവിടെ പൊന്നിനെ നിർത്തണം, അല്ലെ കുഞ്ഞിനെ നിർത്തണമെന്നോർത്താണ് ഞങ്ങൾ ഇരുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരികയാണ്. അല്ലേടി പൊന്നമ്മേ? പൊന്നമ്മേ നീ വഴക്കുണ്ടാക്കില്ല കേട്ടോ.
പിന്നെ മുഴക്കുണ്ടാക്കരുത് കേട്ടോ. പിന്നെ ക്യാമറ കിட்ட തന്നെ നോക്കി നിൽക്കുന്നത് കേട്ടോ. എന്താ ഇതിനാ എന്നടി പൊന്നമ്മേ? ഞങ്ങളുടെ പൊന്നു വലുതായോന്ന് പറഞ്ഞു. അതെ, പൊന്നു വലുതായോ? പൊന്നുവിന് ഇച്ചിരി കണ്ട് ഒരു വരവരുന്ന് നിങ്ങൾ കൊടുക്കണം തോന്നുന്നു. തൂങ്ങിയിട്ടുണ്ട്. അതെല്ലാം വെട്ടി വലിച്ച് കയറ്റുമല്ലേ. മൊത്തം തിന്നുമല്ലേ അല്ലേ? ഇല്ലടി, സച്ചേട്ടൻ പറഞ്ഞു ഇവിടെ മൂക്കേറി ചെറുതായതുകൊണ്ടാണ് മൂക്ക് കയറുന്നത് പറഞ്ഞു. അപ്പം വലിയ മൂക്ക് കയറുന്നത്. ഞാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയിട്ടിട്ടോ, നിങ്ങളിട്ട് മൂക്കിട്ടോളാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ തന്നെ മൂക്കെല്ലാം പിടിപ്പിക്കുകയല്ലോ, തൊടിക്കുകയല്ലോ. മൂക്കേറെ അവിടെ ചെല്ലുമ്പോൾ ഇട്ടോളാൻ പറഞ്ഞു. രാവിലത്തെ തീറ്റയെല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ്. ബ്രോക്കറുമായിട്ടുള്ള ഇടപാട് കച്ചവടക്കാരനുണ്ട്, പുള്ളിയാണ് ഇടയ്ക്ക് നിൽക്കുന്നത്. അവിടെ ചെന്ന് ഇന്നേരം പുല്ലൊക്കെ ചെന്ന് നേരെ പാല് ചുരുത്തിയാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളറിഞ്ഞല്ലോ ജോമോളുമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഇവർക്ക് പുല്ല് പറിക്കാനും പോകാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. പുല്ലൊക്കെ പറിക്കാനായിട്ട് പിന്നെ തലകർക്കോ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നുണ്ട്. പല പറമ്പിലൊക്കെ പോയി പുല്ല് പറിക്കാനൊക്കെ പോയി കിടന്നേ, പുല്ല് പറിക്കാനൊക്കെ പോയി അവിടെ അങ്ങനെയൊക്കെ വല്ല തലയിറങ്ങി വീണ് കിടന്നാലൊന്നും ആരും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതലും പുല്ല് പറിക്കാനും കാര്യങ്ങളൊക്കെ പോകുന്നതും ജോമളാണ്. പിന്നെ ഇവിടെ പോതെ ഉള്ളതുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന നമ്മൾ നട്ട് വളർത്തിരിക്കുന്ന പുല്ലുള്ളത് മാത്രം നമ്മൾ കുറച്ച് ചെത്തി കൊടുക്കുന്നു. അത് പിന്നെ ഞാൻ ചെത്തി കൊടുക്കുന്നു. ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഇപ്പോൾ വേനലായി കഴിയുമ്പോഴത്തേനും ഇവിടെ തീറ്റയുടെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എന്നാണല്ലോ അയലൊക്കത്തെ പറമ്പുഴിയൊക്കെ പുല്ല് പറിക്കാൻ വേണം. പുല്ല് ഇഷ്ടം പോലെ അയലൊക്കത്തെ പറമ്പുഴിയെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അത് പറിക്കാൻ പോയപ്പോഴത്തേനും ഇപ്പം വല്ലയിടത്തും പോയി തലയിറങ്ങി വീഴുമോ വല്ലതും ചെയ്താൽ ആരും അറിയില്ല. കാരണം ഇവിടെ ഒന്നും വീട് വഴിയോ ഒക്കെ ഒന്നും ആൾക്കാരധികം ഇല്ല, 1-2 പേരൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടി വന്നത്. കാരണം മരുന്നിനൊക്കെ പൈസ വേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. എങ്കിലും ഇപ്പം നിർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് കറക്കണം, അതുപോലെ പുല്ലുണ്ടാക്കി തീറ്റ കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊരു പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് മെയിനായിട്ടുള്ള കാര്യം ജോമോളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രശ്നമായിട്ട്. കാരണം അല്ലെങ്കിൽ കൊടുക്കത്തില്ല. കാരണം എന്നാണെങ്കിലും വീട്ടിലെ ആൾ നിൽക്കുവാണ്, നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ വേണം. നമുക്ക് മാറാൻ പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമ്മയുടെ കൂടെ നമ്മേനെ നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നു പോയതും. കാരണം ഇവിടെ കൊണ്ടുവരുന്നത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ജോമോൻ ഒരു ഡാവിനെ മേടിച്ചോണ്ട് വന്നതാ അല്ലേ. അത് കഴിഞ്ഞ് ഇങ്ങനെ പോന്നു ഇങ്ങോട്ട്. അതായത് വിവീന ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ആ ഡാവ് പ്രസവിക്കുന്നത്. അതിനെ പിന്നെ അതുവരെ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിന് തീറ്റ എല്ലാം കൊടുത്തു, എല്ലാം ഇതിനെ നോക്കിക്കൊണ്ടിരുന്ന അമ്മയാണ്. അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞപ്പം ഞാൻ ഏറ്റെടുത്തു. ഞാനും ജോമോനും കൂടെ അത് ഏറ്റെടുത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. കറക്കാൻ പറ്റത്തില്ലായിരുന്നു. അമ്മ കറന്നിട്ടുമില്ല അല്ലേ. ഇവിടെ പശു വളർത്തലുണ്ടായിരുന്നു, എങ്കിലും അമ്മ കറന്നിട്ടില്ല. പക്ഷെ ഞാൻ പശുവായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അടുപ്പവും ഇല്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും പശുവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ പശുവിനെ നോക്കാനും പശുവിനെ കറക്കാനും പശുവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഞാൻ പഠിച്ചു കേട്ടോ. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ പഠിച്ചു പോകുന്ന കേട്ടോ. അമ്മ ആടിനെ കറക്കും, ആടുണ്ടായിരുന്നു, ആടിനെ അമ്മ കറക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കാല പിടിക്കാനൊക്കെ ഞാനും പോയിരിക്കുമായിരുന്നു, അല്ലാതെ ഇല്ല. പിന്നെ ആ ഒരു തലമുറ പശുവിനെ നമ്മൾ 7 തലമുറ വളർത്തിയല്ലേ. 7 തലമുറ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടായി, അവരെ പ്രസവിച്ചു നിർത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ നിർത്തി വിവാനോട് ഇടസമയത്ത് നമ്മൾ ഒന്ന് ബ്ലോക്ക് ചെയ്തായിരുന്നു. നമ്മൾ ആ ഉണ്ടായിരുന്ന പശുവിനെ നിർത്തി കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കൊണ്ടുവന്നാവുള്ളൂ അല്ലേ. ഒരു വർഷത്തെ ഗ്യാപ്പ്. ഇല്ല, നമുക്കിവിടെ പുല്ലും തീറ്റയും കിടക്കുന്നതുകൊണ്ട് എന്നാ മണിക്കുട്ടി ഉണ്ടായിരുന്നു. ശരിയാ, പശു ഉണ്ടായിരുന്നു, ശരിയാ. കറവില്ലാതെ വന്നിട്ടുണ്ട് മണിക്കുട്ടി. ശരിയാ, മണിക്കുട്ടി ഇവിടെ ഉണ്ടായ കിടാക്കളാണ്, കിടാവായിരുന്നു. ആ കൊറോണ സമയത്ത് ഉണ്ടായത് അവളല്ലേ. കൊറോണ സമയത്ത് ഉണ്ടായത്. അവളെ പ്രസവിച്ചിട്ട് നമ്മൾ കൊടുത്തത്. അവൾക്ക് പാല് കുറവായിരുന്നു, 6 ലിറ്റർ പാല്. പക്ഷെ നല്ല കട്ടി കൊഴുപ്പുള്ള പാലായിരുന്നു. ഇവക്കും പാല് കുറയുന്നതനുസരിച്ച് ഇവർക്ക് കൊഴുപ്പ് കൂടുന്നുണ്ട് പാലിന്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, കൊണ്ടുപോകുന്നവർക്ക് കിട്ടുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. കുറഞ്ഞാലും പാലിന്റെ അളവ് കുറഞ്ഞാലും വില നമുക്ക് ഒരുപോലെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിൽക്കാനുള്ള കാര്യം ഇപ്പം സ്ഥിരമായിട്ട് യൂട്യൂബിലെ നിങ്ങളുടെ എല്ലാവരും ഒരു താരം തന്നെയായിരുന്നു കുഞ്ഞിപ്പശുവും പൊന്നിക്കിടാവും. അതുകൊണ്ട് കുഞ്ഞിപ്പശു ഇനി ഇവിടുന്ന് മാറുകയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യമാണ്. നമ്മളെ ഓരോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതിൻ്റെ ഒരു സമ്മർദ്ദത്തിലാണ്. അപ്പം നമുക്കൊരു ഹൈ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല.
തന്നെയല്ല ഇപ്പം എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇപ്പം ഇത് നമ്മൾ മരുന്ന് ഇതാ കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് വന്ന് ഇവിടെ കറക്കാൻ കൊടുക്കണം. മറ്റേത് ഇവിടെ ഒറ്റയ്ക്കാണ് കറന്നത്. കറന്നു കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഭയങ്കര തലകറക്കം പോലെയാണ്. പശുവിനെ കറന്ന് എനിക്ക് 1 മണിക്കൂർ നേരം ഞാൻ പോയി കിടക്കേണ്ട ഒരവസ്ഥയാണ്. കിടന്ന് ഒന്ന് ഉറങ്ങി ഒന്ന് ശരിയായി വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഒന്ന് ശരിയാകുന്നത്. അതുകൊണ്ടും കൂടെ കൂടിയാണ്. അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോയി ഒരു പരിപാടി നടക്കുന്നില്ല. എനിക്ക് എപ്പോഴും ഇവിടെ ഈ ഉച്ചസമയത്ത് ഓടിപ്പാഞ്ഞ് 1:30 ആകുമ്പോഴത്തേനും 2 ആകുമ്പോഴത്തേനും ഓടിപ്പാഞ്ഞ് വന്ന് എനിക്ക് പുറത്തേക്ക് ഒരു പർച്ചേസിങ്ങിന് ഒരു കാര്യത്തിനും പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു വർക്ക് നേരെ പോയി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനും കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് കറക്കാൻ കൂടണം. രാവിലെ പിന്നെ എന്നെ കുഴപ്പമില്ല, രാവിലെ 2 പേരും കൂടെ കറക്കാം. പക്ഷേ ഉച്ചയ്ക്കത്തെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കൂടിയാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കറക്കാൻ പറ്റുമായിരുന്നതിൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നിർത്താമായിരുന്നു ഇവിടെ. പിന്നെ അതിന് വിവാന് ക്ലാസ് തുടങ്ങി വിവാനും ഇല്ല. എനിക്ക് 2 പേരെയും കൂടെ നമുക്ക് ഡാവിനെ കൊണ്ടുവരാനും ഇതിന് 2 പേരെയും കൊണ്ടുവരാനും. അതിപ്പോൾ നമ്മൾ ഡാവിനെ മുഖ്യമായിരുന്നല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ. പിന്നെ പുറത്തേക്ക് പറമ്പിലോട്ടൊക്കെ കൊണ്ടുവരാനൊക്കെ അതിനൊന്നും വഴക്കമൊന്നുമില്ല അവളെ കൊണ്ട്. എന്നാലും ചിലപ്പോൾ അവള് ഓടുന്നേ. അവൾക്കൊരു ഓട്ടം ഉണ്ട്. അങ്ങനെ ഓട്ടി നമ്മൾ ആ വഴി കടന്നു പോകണ്ട. സാവുച്ചേട്ടയുടെ ഗേറ്റ് അവിടെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കിട്ടിപ്പോയതാ. അതങ്ങനെ ഒരു ഓട്ടം ഉണ്ട് പുള്ളിക്ക് ഇടയ്ക്ക്. പണ്ട് പോലെ ചെറുപ്പം പോലെ ഉള്ളതാ. മുകളിലെ പറമ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒറ്റ പാച്ചിലാണ് ഇങ്ങോട്ട്. ഒറ്റ ഓട്ടത്തിന് ഓടി വന്ന് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ പറയുന്നതെന്നാണ് അവള് വിചാരിക്കുന്നത്. എന്താ ഞങ്ങളെ നോക്കി ഇത് മാത്രം എന്നതാ ഈ പറയാനുള്ളത്. അല്ലേ പൊന്നുകുട്ടി എന്നാ അല്ലേ പറയണല്ലേ? പൊന്നെ കുറിച്ച് എന്നാ ഇവിടെ ഇരുന്ന് പറയണല്ലേ? മാറി നോക്കണുണ്ട്. ചക്ക തരാനാ പറഞ്ഞാ നോക്കണേ. ചക്ക കൊടുക്ക, ചക്കപ്രാന്തിയ ചക്ക. അയ്യോ കൊടുക്കാനായിട്ട് സത്യം പറഞ്ഞാ കൊടുക്കുന്നതിനോട് മനസ്സുള്ളതല്ല. പക്ഷെ മനസ്സോടെ ചെയ്യാന്ന് പറയല്ലേ, അങ്ങനെ നമ്മള് ഈ സാഹചര്യത്തിൽ കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് കൊടുക്കുന്നതാണ്. ഇപ്പം മുന്നോട്ട് വല്ല റെഡിയാകുവാണെങ്കിൽ വല്ല പൊന്നിനെ വല്ല നിർത്താം, അല്ലെങ്കിൽ പൊന്നിനെയും അതുപോലെ തന്നെ കൊടുക്കാന്നുള്ളതാണ്. പ്രസവിപ്പിച്ചോ അല്ലെ പ്രസവിക്കുന്നതിന് മുമ്പോ ചെന പിടിപ്പിച്ചോ ഇങ്ങനെ ഞാൻ കൊടുക്കാമെന്നോർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പോയായിരുന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടറെ അടുത്ത് പോയി ഒന്ന് കണ്ടായിരുന്നു. ഒരു റെഫറൻസ് എടുക്കാൻ വേണ്ടി. നമ്മൾ ഒരാളെ തന്നെ ഇപ്പം ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നമ്മൾ ഒരാളെ തന്നെ കാണിക്കുന്നത് ശരിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാവുചേട്ടയുടെ കുട്ടി അമ്മേനെ പോയിട്ട് കാണിച്ച ഡോക്ടറുണ്ട് ന്യൂറോയുടെ. ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടായിരുന്നു. കണ്ടിട്ട് ആ ഡോക്ടറുടെ നിർദ്ദേശങ്ങളെ കൂടിയൊക്കെ കണക്കിലെടുത്താണ് ഞങ്ങൾ ഇവിടെ കൊടുക്കാൻ തീരുമാനിച്ചത്. ആ ഭാഗങ്ങൾ നിങ്ങളിന്ന് കാണിച്ചേക്കാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ ഭാഗങ്ങളോടൊന്ന് കാണിച്ചേക്കാം. നേരത്തെ പോയതാണ്. പിന്നെ ഞങ്ങളിത് ഒന്ന് സെറ്റാകാൻ വേണ്ടിയാണ് ലേറ്റായി നിന്നത്. പശുവിനെ ഒന്ന് സെറ്റാകണം, എല്ലാം ഒന്ന് സെറ്റാകണമല്ലോ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണ്. ആ വീഡിയോ പോയപ്പെടുത്താണ്. അതും കൂടെ കൂടി ഇതിൻ്റെ കൂടെ നിങ്ങളെ കാണിക്കാം. പോയി വരുന്ന ഭാഗം കുറച്ച് ഭാഗമേ ഉള്ളൂ. ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ ഇപ്പം മരുന്നൊക്കെ ഇച്ചിരി കൂട്ടി തന്നിട്ടുണ്ട്. പഴയ മരുന്ന് കൂട്ടി തന്നിട്ടുണ്ട്. ബാക്കിയുള്ള മരുന്ന് ശകലം കുറച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഗുളികയുടെ ഡോസ് ഇച്ചിരി കുറച്ചിട്ടുണ്ട്. ഇവിടം വരെ കോട്ടയം വരെ പോവാ. കോട്ടയം വരെ പോകുക. ഇവിടെ ഒരാളെ കാണാൻ പോവാ. ആരെയാ? കോട്ടയത്തെ സവച്ചേട്ടയുടെ അടുത്ത് വരെ പോകും. അവർ കോട്ടയത്തുണ്ട്. മെഡിക്കൽ കോളേജിന്റെ അവിടെ ഉണ്ട്. മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. പോയിട്ട് വരാമോ? സമയം പോയി. ഇപ്പൊ ഉടനെ തന്നെ വരും. ഉടനെ വരും കേട്ടോ. പോയിട്ട് ഉടനെ വരും. വിവാൻ ഇവിടെ ഉണ്ട് കേട്ടോ. വിവാനുണ്ട്. അവനെ അമ്മ നോക്കിയേക്കണേ. അതെ, അതൊരു പനിക്കോളൊക്കെയാ. അവനെ അമ്മ നോക്കിയേക്കണം കേട്ടോ. അവനോട് ഇരിപ്പുണ്ട്. അവന് ഇച്ചിരി പനിയുണ്ട്. ഞങ്ങള് വേഗം വരും. കൊന്തയോ? കൊന്ത ചെല്ലിക്കൊണ്ടാ പോണത്. എപ്പോഴും വണ്ടിയൊക്കെ കൊന്തയില് ചെയ്യാം. എന്നാ പോയിട്ട് വരാം. മാസ്ക് വേണോ? മാസ്ക് എടുത്തോ. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ സാവുച്ചേട്ടയുടെ അടുത്ത് കെയർ ഓഫിലെ മെയിൻ ഡോക്ടറെ അടുത്ത് പോയി ഒരു റെഫറൻസ് എടുക്കാൻ പോവാണ്. ജോമോളുടെ തലയുടെ സ്കാനിങ് ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ പോയി വന്നിട്ട് ഡോക്ടറിനെ പറഞ്ഞെന്ന് ഞങ്ങൾ പറയാം. അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലത് ഒരുമാതിരി തെളിച്ചുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് ബൈക്കിനങ്ങ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഒപ്പിലോട്ട് പോവാം. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. സാധാരണ ദിവസത്തെക്കാലം തിരക്കുണ്ട്. മഴയൊക്കെ കഴിഞ്ഞാൽ ആർക്കും പനിയൊക്കെ പിടിച്ചാണ്, അതായിരിക്കും. കൈക്കൂലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം കൈക്കൂലി വാങ്ങുന്നവരുടെ കാര്യങ്ങളൊക്കെ. ഇപ്പം ആരും കൈക്കൂലിയൊന്നും അങ്ങനെ വാങ്ങുന്നവരില്ല. ഇന്ന് നല്ല തിരക്കാണ് ഇല്ലേ? ഇന്ന് നല്ല തിരക്കാണ്. നമ്മളതേക്കാളൊക്കെ ഭയങ്കര തിരക്കാണ്. ചെറുതാണ്. അല്ല, എന്നാലും നമ്മൾ ഇത്രയും സമയത്തല്ലേ വന്നേ. ഭയങ്കര കാറ്റ്, മഴ പെയ്യാൻ പോകുന്നുണ്ടോ? നല്ല മഴക്കാറുണ്ടായിരുന്നു. ഭയങ്കര പൊടിക്കാറ്റ്, ഇലയെല്ലാം പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. ഭയങ്കരമായിട്ട് കാറ്റുണ്ടാകുന്നുണ്ട്. കൂടെ മഴക്കാറും നന്നായിട്ട് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. വീട്ടെടുക്കണം. അത് 94 കൂടിയല്ലേ? ആ, ബുക്ക് എടുക്കാനായിട്ടൊക്കെ പോയത്. മൂന്നാം നിലയിലാണ് ഡോക്ടറുടെ ഒ പി. അപ്പോൾ അവിടെ ഡോക്ടറെ കാണാനായിട്ട് പോകണം. അവിടെയും നല്ല തിരക്കാണ്. ഡോക്ടറെ പരിശോധന കഴിഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. മഴയൊക്കെ മാറി കേട്ടോ. നന്നായിട്ട് വെയിൽ തള്ളി. നാരങ്ങ വെള്ളക്കടയിൽ കയറി. കഞ്ഞി തന്നില്ലേ? കഞ്ഞി തന്നില്ലേ? ഞങ്ങൾ ആശുപത്രി പോയല്ലേ? മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ കോളേജിൽ അമ്മയുടെ സാബുമോന്റെ ആശുപത്രിയില്. സാബുമോന്റെ ആശുപത്രിയില്. ആ, അവിടെയാ പോയത്. അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. താമസിക്കാണോ? ആ, സാവുച്ചേട്ടാ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരും. ആ, അപ്പൊ സാവുച്ചേട്ടായിനെ പോയി കണ്ട് ഡോക്ടറെ കാണാൻ പോയതാ. ജോലി ചെയ്യാണോ? ആ, അവിടെ ജോലി ചെയ്യോ സാവുച്ചേട്ടായി? പൈസ കിട്ടൂല. ആ, പൈസ കിട്ടും. പിന്നെ പൈസ കിട്ടാൻ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ആ, എന്നതാണോ എന്നാ വന്നെ? എന്നും പോയി വരുമല്ലേ? എന്നും പോയി വരുമല്ലേ? പോയതോ? എന്നും പോയി വരുവാന്നേ. എന്നും പോണാണോ? ആ, എല്ലാ ദിവസം പോയി വരുമല്ലേ? വേറെ ആരും ഇല്ല. ഒരു പാത്രത്തിൽ കൊടുത്ത്. ഒരു സാധനം മേടിച്ചിട്ടുണ്ടെന്നാ. എലിക്കുട്ടിക്കും വിവാനും. അതെ, 2 കുട്ടികളുണ്ട് ഇവിടെ. വന്നിരിക്കേ. അല്ലെ അമ്മ അവിടെ എല്ലാം പോയത്. ഇതല്ലേ അമ്മ കടലാസും കൂടെ തിന്നുവേ. 2 കുട്ടികൾക്കും കൂടെ മേടിച്ചതാ. മറ്റേ കുട്ടിക്കുള്ളത് ഇതിനകത്തുണ്ട്. അമ്മയ്ക്ക് മധുരം ഉള്ളത്, മറ്റേ കുട്ടിക്ക് മധുരം ഇല്ലാത്തത്. വിവാനേ എന്നാ കഴിച്ചോ? അടുത്ത് തിന്നോ? എല്ലാവരും കരയുവാ. ആൾക്കാരായില്ല പോട്ടെ. ഇനി നമുക്കെന്നെ വണ്ടിയല്ലേ? ആ, ഓട്ടോറിക്ഷയിലും കാറല്ല. കുഞ്ഞിനെ കുത്തിവെക്കാനാണോ? എനിക്ക് തോന്നുന്നേ. നോക്കാം. ചാണത് കഴിച്ചോ? നോക്കട്ടെ, നിർത്താതെയുള്ള കരച്ചിലാണോ നോക്കാം. കഴിക്കാനോ? ആ, അവിടെ ഇരുന്ന് കഴിക്കേ. അല്ലെ അമ്മ അവിടെ എല്ലാം പൊടിച്ചിടും. ഉറുമ്പ് വന്നിട്ട് കടിക്കും. നല്ലതാണോ? മധുരം ഉണ്ടോ? ഉണ്ടല്ലേ? ആ, അതൊക്കെ മാറ്റിക്കൊള്ളാം ഞാൻ അന്നേരം. അവിടെ തുടങ്ങിയില്ലേ? ക്ഷീണം അങ്ങ് മാറിയിട്ടില്ലല്ലേ? മൊത്തം ക്ഷീണം ഉണ്ടല്ലോ. മൊത്തം ക്ഷീണം അങ്ങ് മാറിയിട്ടില്ലല്ലോ. ക്ഷീണവാ, മൊത്തത്തിൽ ക്ഷീണവാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വിവാനെന്നാ പറയാനുള്ളത്? എല്ലാം പറയാനുണ്ടോ? ഇവന് ഭയങ്കര സങ്കടമാണ്. ഇവനിവിടെ ഏത് പശുവിനെ എല്ലാത്തിനെയും ഭയങ്കര സ്നേഹത്തോടെയാണ് കൊണ്ടു നടക്കുന്നത് കക്ഷി. സാറിന് പിള്ളേർക്കൊന്നും അങ്ങനെ ഉള്ള സംഭവമൊന്നുമില്ല. ഈ പശുക്കളെ ഉള്ള സ്നേഹവും ഒക്കെ വളരെ അപൂർവമേ ഉള്ളൂ. പക്ഷേ ഇവനെ ഉണ്ട്. മൃഗങ്ങളോടാണ് കൂടെ. പക്ഷേ പെറ്റ്സിനോട് ഇവന് വലിയ താല്പര്യമില്ല അല്ലേ? പൂച്ചയും പട്ടിയും ഒന്നും വലിയ താല്പര്യമില്ല. വിവിനിക്ക് പൂച്ചയും പട്ടിയാണ് താല്പര്യം. ഇവന് പശു
ആടിനോടൊക്കെയാണ് താല്പര്യം. ആടൊക്കെ വിളിച്ചാൽ ഓടി വരുന്ന എവിടെ കച്ചവടക്കാരൻ മുട്ടന്മാരെ കൊണ്ടുപോകാൻ വരികയല്ലേ, അപ്പൊ ആ മനുഷ്യനെ കല്ല് പെറുക്കി എറിഞ്ഞിട്ടുണ്ട് ചെറുതിലെ. അതുകൊണ്ട് എന്തിനാ ഇതിനെ വളർത്തുന്നത്? വിൽക്കാനായിട്ടാണെങ്കിൽ എന്തിനാ വളർത്തുന്നതെന്ന് ചോദിക്കും. ഇത് പിന്നെ നമ്മള് കൊല്ലാനല്ലേ കൊണ്ടുപോകുന്നതെന്ന്. ഇത് പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മള് പിന്നെ ഇവിടെ നന്നായിട്ട് തിന്നു വളർന്നു ആകട്ടെ. നോക്കുന്നേ ചക്കയ്ക്കാണോടി പിന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞേ ഇല്ല, എന്തോ മനസ്സിലായി. ഇവിടെ നിന്ന് വലിയ വാചകമൊക്കെ എല്ലാരും പറയുന്നുണ്ട്, എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അവിടെ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കിയാക്കല്ലേ? അതെ അവരുടെ വഴക്കൊന്നും ഉണ്ടാക്കിയേക്കരുത് കേട്ടോ. കുഞ്ഞു ഇവിടെ കിടന്ന് കാറും, അതാണ് കുഴപ്പം. നമുക്ക് പിന്നെ കുഞ്ഞിക്ക് പിന്നെ ഇവിടെ കുഞ്ഞിക്ക് ഇപ്പോൾ കിടാവിൻ്റെ ആവശ്യമില്ല, കറക്കാൻ കിടാവ് വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്ക് അതൊരു വിഷയമല്ല. കുഞ്ഞിപ്പം ഒറ്റയ്ക്കാണ് പോയി പുല്ലൊക്കെ തിന്നെ. ആദ്യത്തെ ആ ഒരു മാസത്തെ വിഷയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്കി ഇവിടെ കൊണ്ടുപോകുന്ന ഭാഗങ്ങളൊക്കെ കൂടി കാണിക്കാം. നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഭാഗങ്ങൾ കാണിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത് കാണിക്കാൻ പറ്റിയില്ല. എന്നാന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഇല്ലായിരുന്ന സമയത്താണ് അവർ വന്നത്. ഏതാണ്ട് ഉച്ച കഴിഞ്ഞ സമയത്താണ് കൊണ്ടുപോകാനായിട്ട് വന്നത്. അപ്പോൾ അവർക്ക് കയറ് മാറി കൊടുക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. കയറ് മാറി കൊടുക്കാനും വിമാനെ കണ്ടേ പറ്റുള്ളൂ. അവൾ വണ്ടിയെ കയറാനൊക്കെ പാടായിരുന്നു പറഞ്ഞു. വിമാനാണ് കയറൊക്കെ മാറി അവളെ കയറ്റി വിട്ടത്. വിമാനാണ് അറിയാലോ, വിമാനം പൊന്നിയും കുഞ്ഞിയായിട്ടുള്ള സ്നേഹം എന്തെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവനാപ്പാടെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ജോമോള് സങ്കടത്തിലായിരുന്നുകൊണ്ട് അവളും അകത്ത് പോയി ഇരിക്കുമായിരുന്നു. അവളും മൊബൈലെടുത്തില്ല. അവളുടെ മൊബൈലെടുത്താൽ മതിയായിരുന്നു, അത്യാവശ്യം കിട്ടിയേനെ. പക്ഷെ അതുകൊണ്ട് അവരെടുത്തില്ല. അങ്ങനെ ഒരു നമുക്ക് ബാക്കിയെടുക്കാൻ പറ്റിയില്ല. പൊന്നിനെ നമ്മൾ വലുതാക്കി ഇട്ട് കുറച്ച് വലുതായി കഴിയുമ്പം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കുറേ പുല്ലും വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഡാവും കൂടി എങ്കിലും വേണമെന്നാണ് തോന്നുന്നത്. നമുക്കൊരു കൂട്ടുമാകും, തീറ്റയൊക്കെ തിന്ന് തീർക്കുകയും ചെയ്യണം. കാരണം വേനലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ജോമോൾക്ക് പുല്ല് പറിക്കാൻ പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിനെ കൊടുത്തതിൻ്റെ പ്രധാന കാരണം. പുറത്തേക്കൊക്കെ പോകേണ്ടി വരും. വേനലാകുമ്പോൾ ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ പോതെല്ലാം കരിയാൻ തുടങ്ങും. നന്നായിട്ട് വെയിൽ തെളിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെള്ളം അധികം ഇല്ല, മുഴുവൻ പാറയാണ്. പാറയുടെ മുകളിൽ 1-1.5 അടി മണ്ണേ ഉള്ളൂ. അപ്പോൾ അതിനകത്താണ് ഈ പോത നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ വേറെ അധികം കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്തത്. വേനൽക്കാലത്ത് നമുക്ക് അവിടെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അതുപോലെ വെള്ളം വേണം നനയ്ക്കാനായിട്ട്. അതിനുള്ള വെള്ളം നമുക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് കൃഷി പരിപാടിയിലോട്ട് അധികം പോകാത്തതിൻ്റെ കാര്യം അതാണ്. നേരത്തെ വാഴയൊക്കെ വെച്ച് നമ്മൾ നനച്ച് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം വെള്ളത്തിന് അത്രയും ഉപയോഗമില്ലായിരുന്നല്ലോ. ഇപ്പം വെള്ളത്തിനൊക്കെ ഭയങ്കര ദൗർലഭ്യമായി. അതോടുകൂടി നമ്മൾ പരിപാടിയൊക്കെ നിർത്തി പോത വെച്ച് പശുവായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേനും നമ്മൾ പശുവിനെ ഒഴിവാക്കേണ്ടി വന്നു. നമുക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. കാരണം നമ്മുടെ റൊട്ടീനെല്ലാം മാറിപ്പോയി. വീട്ടിലൊരു മൃഗമുള്ളൂ, അതുകൊണ്ടായിട്ട് നന്നായിട്ട് സ്നേഹത്തോടെ സംവദിക്കുന്നതൊക്കെ നമുക്കൊരു സന്തോഷകരമായ കാര്യങ്ങളായിരുന്നു എല്ലാവർക്കും. ഇവിടെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാത്തിനെയും ഭയങ്കരമായിട്ട് സ്നേഹിച്ചാണ് വളർത്തുന്നത്. സ്നേഹം കൊടുത്തു ഉമ്മ കൊടുത്തും ഒക്കെയാണ് ഏത് മൃഗമായാലും. അതുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് വിവാനാണ് ഇങ്ങനെ ഇവരെയൊക്കെ കൂടുതൽ പരിപാലിക്കുന്നതിൽ, ആട് പശുവൊക്കെ പരിപാലിക്കുന്നതിൽ ഏറ്റവും കാര്യം. അതിന് പെറ്റുകളോടൊന്നും വലിയ താല്പര്യമില്ല. ബാക്കിയുള്ളവർക്ക് വിവീനൊക്കെയാണ്, പെറ്റുകളോടൊക്കെയാണ് താല്പര്യം. പശുവിനും ആടിനും ഇഷ്ടമില്ല. അപ്പം ഈ ഇത് പറ്റിയത് കൊടുക്കേണ്ടി വന്ന എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞായിരുന്നല്ലോ, അതിനകത്ത് പറഞ്ഞായിരുന്നു കാര്യം എന്നാന്നുള്ളത്. അപ്പോൾ ജോമോൾക്ക് പുല്ല് പറിക്കാനുള്ള ബുദ്ധിമുട്ട് പ്രശ്നമാണ്. ഡോക്ടറെ അടുത്ത് നമ്മൾ പോയി കണ്ട് അത് പിന്നെ ഒരു പ്രോബ്ലമായി മാറാൻ പാടില്ല. എപ്പോഴും ഞാനിവിടെ കാണത്തില്ല. പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് ഒന്ന് കറക്കണം, അതും ഒരു പ്രശ്നമാണ്. രണ്ടുപേരും കൂടെ ഇരുന്ന് കറക്കേണ്ട ഒരു അവസ്ഥയായി. കറക്കുന്നതിനും ബുദ്ധിമുട്ടാണ്. കറക്കുമ്പോൾ വലിച്ചിലുണ്ടായി ക്ഷീണമാണ്, എപ്പോഴും പോയി കിടപ്പും പരിപാടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനെ കൊടുത്തതിൻ്റെ പ്രധാന കാരണം. കൊടുക്കാനായിട്ടൊരു താല്പര്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവൾ നോക്കി നിർത്ത് കാണാം. അത്യാവശ്യം വീട്ടിലെ വട്ടച്ചിലവും കാര്യങ്ങളൊക്കെ മഴക്കാലത്തൊക്കെ ആയിട്ട് പൊക്കൊണ്ടിരുന്ന അവളുണ്ടായിരുന്നു. അവളെ പിന്നെ വിട്ടിരിക്കുന്നതിന് നല്ലൊരു വീട്ടിലേക്കാണ്. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. മീനയുടെ കൂട്ടുകാരത്തിൻ്റെ വീടാണല്ലോ. അപ്പോൾ പിന്നെ അവൾ നല്ല സുഖമായിട്ട് അവിടെയാണ് 365 ദിവസവും പുല്ലുണ്ട് പാടത്തിൻ്റെ ഭാഗമായിട്ട്. അവരുടെ വീടിനടുത്ത് തന്നെ പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അതുകൊണ്ട് ഇഷ്ടംപോലെ തീറ്റയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. അവൾ നന്നായിട്ട് നിന്നോളൂ എന്ന് വിശ്വസിക്കുന്നു. വേറെ പശുവും കൂട്ടിനുണ്ട് അവിടെ. അവർക്ക് 2 പശുവൊക്കെ അത് വളർത്തുന്നവരാണ്. അവർക്കവിടെ തീറ്റ സൗകര്യം ഉള്ളതുകൊണ്ട് 365 ദിവസം അവർ കപ്പയും കൂലുമൊക്കെ ആയിട്ട്. ഇപ്പം ഒരു പ്രശ്നം വെച്ചാൽ കണ്ടത്തിൽ കപ്പയില്ല, കപ്പയും കുറവാണ്. കപ്പ എന്ന് വെച്ചാൽ ഇവിടെ കപ്പയെല്ലാം കേടായപ്പോഴുണ്ട് കപ്പ കൃഷിയെല്ലാം കുറവായപ്പോൾ. മറ്റേത് നമ്മൾ കപ്പക്കോലൊക്കെ വില കൊടുത്ത് വാങ്ങിച്ചാണ് വേനൽക്കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. കപ്പക്കമ്പ് ഉണ്ട് അവിടെ വലിച്ചു വാരി തിന്നിട്ട് മുഴുവൻ കളയുകയാണ്. അപ്പോൾ അത് മുഴുവൻ ശരിക്കും തിന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഭാഗം എടുക്കാൻ പറ്റിയില്ല. വിവാനും ദുഃഖത്തിലായിപ്പോയി. വിവാൻ
കയറുമാറ്റമൊക്കെ നടത്തിയപ്പോഴത്തേനും പുള്ളിയാപ്പാടെ ഭയങ്കര സങ്കടത്തിൽ പോയി. യോമളാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ പുറത്ത് അകത്തിരുന്നുകൊണ്ട് അവളും എടുത്തില്ല. അവൾ വണ്ടിയിലൊക്കെ കയറാൻ ഭയങ്കര പാടായിരുന്നെന്നാണ് പറഞ്ഞത്, മടിയായിരുന്നെന്നാണ് പറഞ്ഞത്. അവളങ്ങനെ വണ്ടിയിലൊന്നും കയറിയിട്ടില്ല. ഇവിടെ പാലക്കാട് ഞാൻ കൊണ്ടുവന്നപ്പോൾ വണ്ടിയൊക്കെ കൊണ്ടുവന്നു, അന്ന് ചാടി വണ്ടിയിലൊക്കെ കയറിയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് പോയിട്ടില്ലല്ലോ, പുറത്തായിട്ടൊന്നും പോകേണ്ട വന്നിട്ടില്ലല്ലോ. പുറത്ത് ഈ വഴിയിലൊക്കെ കൊണ്ട് കിട്ടിയാൽ പോലും പാടായിരുന്നു, വണ്ടിയൊക്കെ വരുമ്പോൾ പാടായിരുന്നു ആദ്യ സമയത്തൊക്കെ. പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ വിവാന് കൊടുത്ത് വിട്ടുകൊണ്ട് വിവാന് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാതെ വന്നത്. ഏതൊക്കെയാലും പൊന്നിപ്പെണ്ണ് അങ്ങനെ ഇപ്പുണ്ട്. പൊന്നിപ്പെണ്ണ് അതിന് ഇച്ചിരി വരമരുന്നും കൂടെ മേടിച്ച് കൊടുക്കണം. പൊന്നിപ്പെണ്ണിന് വരമരുന്ന് കഴിഞ്ഞോണം കൊടുത്ത് ഏറ്റിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ മീനെണ്ണ കൊടുക്കുന്നുണ്ട്. പൊന്നിപ്പെണ്ണിനെ കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു കിടാവിനും കൂടെ മേടിച്ചു തരാൻ ആലോചിക്കണം. ഇപ്പം ഈ വേനലായപ്പം പുല്ലും പള്ളയൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ മഴ ആയതുകൊണ്ട് പുല്ലും പള്ളയൊക്കെ ഉണ്ട്. വേനലാകുമ്പോഴത്തേനും ഇതൊക്കെ പ്രശ്നമാകും. അവിടെയാണ് കുഴപ്പം. അപ്പോൾ പിന്നെ വേനലാകുമ്പോൾ പിടിച്ച് വല്ലവർക്ക് കൊടുക്കാന്നുള്ളത് നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ പ്രധാന താരമായിരുന്ന കുഞ്ഞിപ്പശു ഇപ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ടെന്ന് അറിയാം. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ്, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ അനുവദിക്കാതെ വന്നതുകൊണ്ടാണ്. ചിലർ വിചാരിക്കായിരിക്കും യൂട്യൂബൊക്കെ തുടങ്ങി അതുകൊണ്ട് സൗകര്യങ്ങളൊക്കെ ആയെന്നാണ് വിചാരിക്കുന്നത്. അതൊന്നുമല്ല, ഒരു സൗകര്യങ്ങളും ആയിട്ടില്ല. പക്ഷെ നമ്മളിപ്പം കൊടുക്കേണ്ട ഒരു സാഹചര്യം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ നോക്കാൻ പാടാകണം. കൃത്യമായ കറവയും പരിചരണവും ഇതൊക്കെ വേണം, അല്ലെങ്കിൽ പിന്നെ അതെല്ലാം പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൊടുത്തത്. അതുകൊണ്ട് ആരും ഞങ്ങളോട് പരിഭവിക്കരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സന്തോഷവും സ്നേഹവും കൂടെ വേണം. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ എപ്പോഴും കൂടെയുള്ളതാണ് ഞങ്ങൾക്കിഷ്ടം. പക്ഷേ പ്രശ്നങ്ങൾ ഇതായപ്പോഴാണ് പറ്റിപ്പോയത്. അതുകൊണ്ട് എല്ലാവരും ദയവായി സഹകരിക്കണം. ഈ കുഞ്ഞിപ്പശുവിനെ കൊടുക്കുന്നില്ല, പൊന്നിനെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ഒത്തിരി പേര് ഞങ്ങളെ വിളിച്ച് ചോദിച്ചായിരുന്നു, കിടാവിന് കൊടുക്കണ കാര്യം പറയണമെന്ന് പറഞ്ഞു. എന്തായാലും എല്ലാം തലതിരിഞ്ഞു പോയി. അപ്പോൾ ശരി, ഓക്കെ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പം ഇനി വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.